ക്യാൻസറിനെതിരായ പോരാട്ടത്തിന് സംഗീത സന്ധ്യ. മുംബൈയിൽ സ്ഥാനാർബുദ ബോധവൽക്കരണത്തിന്റെ ശക്തമായ സന്ദേശവുമായി പ്രശസ്ത പോപ്പ് ഗായികയുടെ ലൈവ് പ്രകടനം. 3 തവണ ക്യാൻസറിനെ അതിജീവിച്ച ഗായികയുടെ സാന്നിധ്യം സംഗീത സന്ധ്യയെ സാംസ്കാരിക സംവേദനവും സാമൂഹ്യ ഉത്തരവാദിത്വം ഒരുമിക്കുന്ന വേറിട്ട അനുഭവമായി. ക്യാൻസറിനെതിരായ പോരാട്ടത്തിന് സംഗീതത്തിന്റെ ഊർജം പകർന്ന ഒരു സായാഹ്നം. നവി മുംബൈയിൽ അരങ്ങേറിയ സംഗീത സന്ധ്യ പ്രേക്ഷകർക്ക് അവിസ്മരണീയ അനുഭവമായി. അസ്തിത്വ എന്റർടൈൻമെന്റ്സ് ഒരുക്കിയ 2ാമത് ലെജൻഡ്സ് ലൈവ് പ്രതീജി ലൈവ് എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ സംഗീത സംസ്കാരം, ദൃശ്യഭാവങ്ങൾ, സാമൂഹ്യ പ്രസക്തി എന്നിവയെ ഒരുമിപ്പിക്കുന്ന പരമ്പരയായാണ് മലയാളിയായി നിഖിൽ നായർ നയിക്കുന്ന ലെജൻഡ്സ് ലൈവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്ഥാനാർബുദ അവബോധത്തിനായി സമർപ്പിച്ച സംഗീത സന്ധ്യ ഒരു ശക്തമായ സാമൂഹ്യ സന്ദേശമാണ് മുന്നോട്ട് വെച്ചത്. തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ബോധവൽക്കരണം വ്യാപിപ്പിക്കുക, ആശുപത്രികളുമായി രോഗനിർണയ കേന്ദ്രങ്ങളുമായി ചേർന്ന് ദരിദ്രരായ സ്ത്രീകൾക്ക് സഹായം എത്തിക്കുക, ഇതെല്ലാമാണ് അസ്തിത്വ എന്റർടൈൻമെന്റ് ലക്ഷ്യമിടുന്നത്. Cancer is not a full stop for your life. It is a chance to start new sentence with full grace and full of attitude. And thanks to my doctor Sandeep Bipte sir who gave me a second chance of my life. So I owe my life to him. വൈദ്യശാസ്ത്രപരമായി നയിക്കപ്പെടുന്ന ഒരു ഔട്ട്റീച്ച് പദ്ധതിയുടെ ഉദ്ഘാടന വേദിയായും ഈ ലെജൻഡ്സ് ലൈവ് മാറുമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ബോധവൽക്കരണം, നേരത്തെയുള്ള രോഗനിർണയം, പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിലേക്കുള്ള പ്രവേശനം, ഇവയിലാണ് തുടർ പ്രവർത്തനങ്ങളുടെ കേന്ദ്രീകരണം. സംഗീത സന്ധ്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ സാന്നിധ്യം പ്രശസ്ത പോപ്പ് ഗായിക പ്രതീജി മൊഹബത്രയുടേതായിരുന്നു. Warrior too. So let's make this night a really special one. Ya Ali Rahm Ali Ya Ali Ya Rabbe Qurban. ആദ്യ ഗാനമേളയ്ക്ക് ലഭിച്ച വൻ ജനപങ്കാളിത്തം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി. കലാപരമായ നേട്ടങ്ങൾക്കപ്പുറം പ്രതീജിയുടെ ജീവിതകഥ അസാധാരണമായ പ്രതിരോധ ശേഷിയുടേതാണ്. 3 തവണ ക്യാൻസറിനെ അതിജീവിച്ച പ്രതീജി ഇന്നും ശാരീരിക ക്ഷമതയ്ക്കായി പോരാടുകയാണ്. പ്രതീജി ലൈവ് സർവൈവൽ വിത്ത് മ്യൂസിക് ഒരു സംഗീത പ്രകടനമല്ല, ധൈര്യത്തിന്റെയും പ്രത്യാശയുടെയും ജീവിക്കുന്ന സാക്ഷ്യമായിരുന്നു. സ്ഥാനാർബുദം നേരത്തെ കണ്ടെത്തിയാൽ ജീവിതം രക്ഷിക്കാനാവുമെന്ന സന്ദേശം ഈ വേദി ശക്തമായി അടിവരയിട്ടു. സമയബന്ധിതമായ പരിചരണവും സാമൂഹ്യ പിന്തുണയും ജീവിതത്തിൽ മാറ്റം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷയുടെ സാന്നിധ്യം ഓർമ്മിപ്പിച്ചു. ലൈവ് സംഗീത സന്ധ്യകൾ അർത്ഥവത്തായ സാമൂഹ്യ ഇടപെടലുകൾക്കുള്ള ശക്തമായ വേദികളായി മാറാമെന്ന് ലെജൻഡ്സ് ലൈവ് പുനർനിർവചിക്കുകയാണെന്ന് നിഖിൽ നായർ വ്യക്തമാക്കി. ഈ സംഗീത സന്ധ്യയുടെ ഭാഗമായി ആശുപത്രികളുമായി സഹകരിച്ച് 1000ഓളം മാമോഗ്രാഫി പരിശോധനകൾ കുറഞ്ഞ നിരക്കിൽ സ്ത്രീകൾക്ക് നൽകാനും തീരുമാനിച്ചു. സംഗീതം വിനോദത്തിനപ്പുറം സമൂഹത്തിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രസ്ഥാനമാകുന്ന കാഴ്ചയാണ് നവി മുംബൈയിൽ കണ്ടത്. അംശയുടെ എപ്പിസോഡോടെ പൂർണ്ണമാകുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ.